പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആരംഭിച്ചിരിക്കുന്നു. പിന്നാലെ തന്നെ ഇറാൻ ട്രൂ പ്രോമിസ് 4 എന്ന പ്രത്യാക്രമണവും തുടങ്ങി. താമസിയാതെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ വന്ന് പതിച്ചു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം 90% എത്തിച്ചു എന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടാണ് വിഷയങ്ങളുടെ തുടക്കം. കൂടാതെ ഇറാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ആണവ പരീക്ഷണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അമേരിക്കയെ പെട്ടെന്നുള്ള ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനായി ട്രംപ് ഭരണകൂടം മാക്സിമം പ്രഷർ എന്ന നയം വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കും മേൽ കടുത്ത ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങൾ ഇന്ത്യയെയും ദോഷകരമായി ബാധിക്കാൻ പോവുകയാണ്. നമ്മുടെ വാഹനത്തിലെ പെട്രോൾ വില മുതൽ ഗൾഫിലെ ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തെ വരെ ഈ സംഘർഷങ്ങൾ ഏത് തരത്തിലാകും ബാധിക്കുക, നമുക്ക് നോക്കാം. ഇന്ത്യയെ ഈ യുദ്ധം ബാധിക്കാൻ പോകുന്നത് എണ്ണ വിലയിലൂടെയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. യുദ്ധം തുടങ്ങിയാൽ ഇറാൻ ആദ്യം ചെയ്യുക ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നതായിരിക്കും. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ 5-1 കടന്നു പോകുന്നത് ഈ ചെറിയ പാതയിലൂടെയാണ്. ഇത് തടയപ്പെട്ടാൽ ബാരലിന് $150 മുകളിലേക്ക് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് കാരണമാകും. ഭൂഖണ്ഡങ്ങൾക്കപ്പുറം നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ പോലും താളം തെറ്റിക്കുമെന്ന് സാരം. സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവുണ്ടാകുമെന്നാണ്. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കുമ്പോൾ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയേക്കാം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ എല്ലാവരും സ്വർണത്തിലേക്ക് തിരിയുന്നതോടെ സ്വർണ്ണവില ഇനിയും കുതിച്ചുയരുമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇതിൽ പകുതിയോളം മലയാളികളുമാണ്. ഇറാന് പുറത്തേക്ക് യുദ്ധം വ്യാപിച്ച സാഹചര്യത്തിൽ നമ്മുടെ പ്രവാസികളുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമാകും. യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിലെ നിർമ്മാണ മേഖലയും ടൂറിസവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് വലിയൊരു തലവേദനയാകും. ഇന്ത്യയുടെ നയതന്ത്ര സ്വപ്നമായ ചബഹാർ തുറമുഖം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും എത്താൻ ഇന്ത്യ നിർമ്മിക്കുന്ന ഈ കവാടം ഇറാനിലാണ്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഉപരോധം കാരണം ചബഹാർ പദ്ധതി സ്തംഭിക്കും. ഇത് ഇന്ത്യയുടെ വ്യാപാര മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. കൂടാതെ റഷ്യയുമായുള്ള അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും അപകടത്തിലാകും. ബഹ്റൈനിലെ US നേവിയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തും അബുദാബിയിലെ അൽ ദഫ്ര എയർബേസിന് സമീപവും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗൾഫിലെ സാധാരണക്കാരായ പ്രവാസികളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. കുവൈറ്റിലും സൗദിയിലും ആകാശപരിധി ഭാഗികമായി അടച്ചു കഴിഞ്ഞു. വിമാന സർവീസുകൾ മുടങ്ങുന്നത് പ്രവാസികളുടെ മടക്കയാത്രയെ ബാധിക്കും. മുൻപ് കുവൈറ്റ് യുദ്ധകാലത്ത് കണ്ടതിനേക്കാൾ വലിയൊരു എയർലിഫ്റ്റിന് തയ്യാറെടുക്കേണ്ടി വരുമോ എന്നത് ഭരണകൂടത്തിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള സൗഹൃദം, മറുവശത്ത് എനർജി സെക്യൂരിറ്റിക്കായി ഇറാനുമായുള്ള ബന്ധം. ട്രംപിന്റെ വാക്കിന് വില കൊടുക്കുമ്പോൾ തന്നെ ഇറാന്റെ പിണക്കാതിരിക്കാൻ ഇന്ത്യ പെടാപ്പാട് പെടേണ്ടി വരും. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യയുടെ വികസന കുതിപ്പിനെ തടയാൻ കെൽപ്പുള്ള ഒന്നാണ്. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് നമ്മുടെ കൂടെ ആവശ്യമാണ്.